Welcome to Dreamcatcher. Today നമ്മൾ 11ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് thermal properties of matter. The first term is heat. Heat is a form of energy which is measured in terms of joule. Then to talk about temperature, it's a degree of the measurement of hotness or coldness. There are different scales of temperature. Scale include Celsius, Fahrenheit, Reaumur and Kelvin. Celsius 0 degrees to 100 degree. Fahrenheit 30 degree to 212. 32 212. അപ്പം 0 100 12 212 സോറി 0 100 32 212. Then Reaumur 0 80. Kelvin 273 373. Okay, so the relationship between different scales of temperature, that is C divided by 100 is equal to F minus 32 divided by 180 is equal to R divided by 80 is equal to K minus 273 divided by 100. Okay. Celsius ആണെങ്കിൽ നമ്പർ ഓഫ് ഡിവിഷൻ 100 ആണ്. ഫാരൻഹീറ്റ് 180. കെൽവിൻ 100. റിയൂമർ ആണെങ്കിൽ 80. ഇപ്പം 100 180 80 100. സോ സെൽഷ്യസ് ആണെങ്കിൽ C/100 അങ്ങനെ തന്നെ മതി. കാരണം 0 തുടങ്ങുകയല്ലേ, അപ്പോൾ 0 മൈനസ് ഒന്നും ചെയ്യണ്ട. C ഡിവൈഡ് ബൈ 100. R ആണെങ്കിലും R ഡിവൈഡഡ് ബൈ 80. അതായത് R എന്ന് എഴുതുക, ഡിവൈഡഡ് ബൈ നമ്മുടെ ഹയസ്റ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു എഫ് മൈനസ് ഏറ്റവും ലോവർ ലിമിറ്റായ എഫ് മൈനസ് 32 ഡിവൈഡഡ് ബൈ 180 ഇസ് ഈക്വൽ ടു കെ മൈനസ് 273 ഡിവൈഡഡ് ബൈ 100. ഇനി എക്സ് എന്ന് പറയുന്നത് ഒരു ആർബിട്രറി സ്കെയിലാണെങ്കിൽ ഇഫ് x1 is the lower fixed point and the upper fixed point is x2, അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് C/100 is equal to F minus 32 divided by 180 is equal to R by 80 is equal to K minus 273 divided by 100 is equal to x minus x1 divided by x2 minus x1. Okay, and now we have to learn about the relationship between Celsius and Fahrenheit. F is equal to 9/5 into degrees Celsius plus 32, and the relationship between Celsius and Kelvin is that K is equal to degrees Celsius plus 273. Then there is a graph between Fahrenheit and Celsius. The graph between Fahrenheit and Celsius is a straight line with slope 9/5 and y-intercept is okay. ഞാൻ അതൊന്ന് പറഞ്ഞു തരാം. F is equal to 9/5 degrees Celsius plus 32 ആണ്. സോ നമുക്ക് എഴുതാം y is equal to mx പ്ലസ് സി. അപ്പം എമ്മിൻ്റെ സ്ഥാനത്ത് 9/5 വരും, ഡിഗ്രി സീൻ്റെ സ്ഥാനത്ത് 32 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം 9/5 ആണ് അവിടെ സ്ലോപ്പ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. അറ്റ് എ ഹോട്ട് ടെമ്പറേച്ചർ വിൽ ഫാരൻഹീറ്റ് ആൻഡ് സെൽഷ്യസ് സ്കെയിൽ ഷോ ദ സെയിം റീഡിങ് കാണിക്കുമോ? അപ്പോൾ നമ്മൾ ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ളൊരു റിലേഷൻ ഉണ്ട്, അത് എഴുതണം. വാട്ട് ഈസ് ദ റിലേഷൻ? C/100 ഡിവൈഡഡ് ഈസ് ഈക്വൽ ടു എഫ് മൈനസ് ഇനിഷ്യൽ എത്രയാണ് 32 ഡിവൈഡഡ് ബൈ 180. ഓക്കെ ആണല്ലോ. ഇനി 100ഉം 180 ക്യാൻസൽ ചെയ്യണം.
സി ഈസ് ഈക്വൽ ടു എഫ് എന്നാണ്. അപ്പം എഫിന് പകരം സി കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും സി ഈസ് ഈക്വൽ ടു -40 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും. സെൽഷ്യസ്, അതായത് -40 ഡിഗ്രിയിൽ ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും സെയിം ആകുന്നു എന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ടെമ്പറേച്ചർ വിൽ ദ ഫാരൻഹീറ്റ് തെർമോമീറ്റർ ഷോ ഡബിൾ ദ റീഡിങ് ദ സെൽഷ്യസ് സ്കെയിൽ? അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ റിലേഷൻ എഴുതണം. C/100 ഇസ് ഈക്വൽ ടു F-32 ഡിവൈഡഡ് ബൈ 180. ക്വസ്റ്റ്യൻ, ഏത് ടെമ്പറേച്ചറിലാണ് ഫാരൻഹീറ്റ് തെർമോമീറ്റർ ഷോസ് ഡബിൾ ദ റീഡിങ് ഓഫ് ദ സെൽഷ്യസ്? അപ്പം എഫ് ഇസ് ഈക്വൽ ടു 2C എന്നാണ്. ഏത് ടെമ്പറേച്ചറിൽ ഫാരൻഹീറ്റ് ഡബിൾ കാണിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എഫ് ആണ് വരേണ്ടത്, എഫാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പം എഫ് ആൻസറിൽ വരണമെങ്കിൽ C ഈസ് ഈക്വൽ ടു F/2 എന്ന് എഴുതണം. എഫ് ഈസ് ഈക്വൽ ടു 2C ആണെങ്കിൽ F/2 ആണ് C. ഓക്കെ, അപ്പം അത് എഴുതണം. അങ്ങനെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഹീറ്റും ടെമ്പറേച്ചറും. ഹീറ്റ് ബോഡി, ചൂടുള്ള ബോഡിയാണ് നമ്മുടെ കപ്പ്, ചായയുടെ കപ്പ്. സറൗണ്ടിങ് എന്ന് പറയുന്നത് കോൾഡ് ബോഡി ആയിരിക്കും. അപ്പോൾ തെർമൽ ടെമ്പറേച്ചർ T1-നാണ് T2-യെക്കാട്ടും കൂടുതൽ. അതായത് ചായ ഗ്ലാസ്സിനാണ് സറൗണ്ടിങ്ങിനെക്കാട്ടും കൂടുതൽ. കുറേ നേരക്ക് ശേഷം T1 ഈസ് ഈക്വൽ ടു T2 ആകും. ഓക്കെ, സോ 100 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടർ ബോയിൽ ചെയ്യുന്നത്. ഇപ്പോൾ 37 ഡിഗ്രിയിലാണ് ബോഡിയുടെ ടെമ്പറേച്ചർ. ആൻഡ് 0 ഡിഗ്രി ആകുമ്പോഴത്തേക്കും വാട്ടർ ഫ്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് കംസ് thermal expansion. The increase in the dimension of the body due to increase in the temperature is called thermal expansion. The increase in the dimension of the body. Okay, the increase in the dimension of the body due to increase in the temperature is called thermal expansion. Then the expansion in length is equal to linear expansion. Expansion in area is equal to superficial expansion. And expansion in volume is equal to volume expansion. ഇനി എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇൻക്രീസ് ഇൻ ലെങ്ത് ടു ദ ഒറിജിനൽ ലെങ്ത് ഫോർ 1 Kelvin or 1 degree Celsius raise of temperature. So coefficient of linear expansion is equal to increase in length divided by original length in 1 Kelvin. Original length into rise in temperature. That is alpha is equal to L2 minus L1 divided by L1 into T2 minus T1. സോ നമുക്ക് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ L1 ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. ആൽഫയാണ് അവിടുത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. യൂണിറ്റ് ഓഫ് എക്സ്പാൻസിവിറ്റി കെൽവിൻ റേസ് ടു -1. അപ്പം നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും L2 ഇസ് ഈക്വൽ ടു L1 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. അതായത് 1 Kelvin കൊടുക്കുമ്പോൾ ലെങ്തിലുള്ള ചേഞ്ച്. അപ്പം L2 ഇസ് ഈക്വൽ ടു L1 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. L2 ഇസ് ഈക്വൽ ടു L1 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. ഇനി ആപ്ലിക്കേഷൻ. നമ്മുടെ റെയിൽസിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. എന്തിനാണ്? This is to allow for the expansion due to temperature rise. Temperature rise
ഉണ്ടാകുമ്പം എക്സ്പാൻഷൻ നടക്കാൻ അലോ ചെയ്യാൻ വേണ്ടിയാണ് ഗ്യാപ്പ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു L1 ഇൻറ്റു ഡെൽറ്റ ടി. Iron rod is used in reinforced concrete because linear expansivity of iron is equal to concrete. Next comes coefficient of superficial expansion, that is superficial expansivity. It is the ratio of increase in area to original area for 1 Kelvin or 1 degree Celsius rise of temperature. That coefficient of superficial expansion is equal to increase in area divided by original area into rise in temperature. That is beta is equal to A2 minus A1 divided by A1 into L2 minus L1. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ A1 ഇൻറ്റു ഡെൽറ്റ ടി. ഇവിടെ യൂണിറ്റ് കെ റൈസ് ടു -1 ഓർ സി റൈസ് ടു -1 ആണ്. അടുത്തതാണ് coefficient of cubical expansion. It is the increase in volume to the original volume in unit rise of temperature. Increase in volume divided by original volume into rise in temperature. Unit of coefficient of cubical expansion k raised to -1 bar c raised to -1. ആൽഫ ക്യാൻ ബി നെഗ്ലക്റ്റഡ് ബിക്കോസ് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്താലും ലെങ്തിൽ വലിയ മാറ്റമില്ലല്ലോ. അപ്പം ഇത് ഞാൻ പറയാനുള്ള കാര്യം, ഇപ്പം 1 പ്ലസ് ആൽഫ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതുമ്പോഴത്തേക്കും 1 പ്ലസ് എന്ത് വരും, 3 ആൽഫ സ്ക്വയർ പ്ലസ് 3 ആൽഫ പ്ലസ് ആൽഫ ക്യൂബ് എന്ന് വരും. അപ്പം 2 ആൽഫയും 3 ആൽഫയെന്നും എടുക്കേണ്ട ആവശ്യമില്ല. മീൻസ് 3 ആൽഫ എടുക്കണമെന്നില്ല. കാരണം ആൽഫ ക്യാൻ ബി നെഗ്ലക്റ്റഡ്, കാരണം നമ്മൾ ടെമ്പറേച്ചർ കൊടുത്താൽ ലെങ്തിൽ വലിയ മാറ്റമില്ലാത്തതുകൊണ്ട്. ദ റിലേഷൻ ബിറ്റ്വീൻ 3 എക്സ്പാൻസിവിറ്റി ഓഫ് എ സോളിഡ് ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ ഈസ് ഈക്വൽ ടു 1 ഈസ് ടു 2 ഈസ് ടു 3. Then the expansion of liquid, a liquid has no definite length and surface area. A liquid does not have linear and superficial expansivity. A liquidന് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട്. ഇറ്റ് ഹാസ് ഓൺലി വോളിയം എക്സ്പാൻസിവിറ്റി. പിന്നെ 2 ടൈപ്പ് ഓഫ് വോളിയം എക്സ്പാൻസിവിറ്റി ഉണ്ട്, അപ്പാരൻ്റ് എക്സ്പാൻസിവിറ്റിയും റിയൽ എക്സ്പാൻസിവിറ്റിയും. അപ്പം അതിന് അപ്പാരൻറ്റിന് ഗാമ എ എന്നും റിയൽ എക്സ്പാൻസിവിറ്റിയെ ഗാമ ആർ എന്നും കൊടുക്കാം. എ ലിക്വിഡ് ഹാസ് 2 വോളിയം എക്സ്പാൻസിവിറ്റി അല്ലേ. എ ലിക്വിഡ് റിക്വയേഴ്സ് എ കണ്ടെയ്നർ വെൻ ദ ലിക്വിഡ് ഈസ് ഹീറ്റഡ്. ദ വെസൽ ഓൾസോ ഗെറ്റ് ഹീറ്റഡ്. അപ്പം ലിക്വിഡ് കണ്ടെയ്നറിനകത്തുള്ള ലിക്വിഡിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും കണ്ടെയ്നർ ഓൾസോ ഗെറ്റ് ഹീറ്റഡ്. ഈ നമുക്ക് ഒബ്സർവ്ഡ് ആയിട്ടുള്ള എക്സ്പാൻസിവിറ്റി എന്ന് പറയുന്നത് റിയൽ എക്സ്പാൻസിവിറ്റി അല്ല, അത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ കാണുന്ന എക്സ്പാൻസിവിറ്റി റിയൽ എക്സ്പാൻസിവിറ്റി അല്ല, അതുകൊണ്ടാണ് പറയുന്നത് അവിടെ 2 എക്സ്പാൻസിവിറ്റി ഉണ്ട് എന്ന്. Thus, a liquid has 2 types of cuboidal expansion. First one is apparent expansivity or coefficient of apparent expansion. അതായത് it is the ratio of apparent increase in the volume to the original volume for 1 Kelvin rise of temperature. It is the ratio of apparent increase in volume to the original volume for 1 Kelvin rise of temperature. Okay, so that
alpha A is equal to delta V A divided by V1 into T2 minus T1. And real expansivity is the ratio of real increase in volume to the original volume for 1 Kelvin rise of temperature. Delta V into R divided by V1 into T2 minus T1. Okay. Then SI unit of expansion of a liquid is Kelvin raised to -1 or Celsius raised to -1. The relation between two expansivities of liquid. The coefficient of real expansion is equal to coefficient of apparent expansion plus coefficient of cubical expansion of the container. റിയൽ എക്സ്പാൻഷൻ, ഒറിജിനൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അപ്പാരൻ്റ് ആയിട്ടുള്ള എക്സ്പാൻഷൻ പ്ലസ് ആ ഒരു ക്യൂബിക്കലിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ ആണല്ലോ. ദെൻ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും ഫോർ ആൻ ഓർഡിനറി സബ്സ്റ്റൻസ് വോളിയം കൂടും, ഡെൻസിറ്റി കുറയും. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും വോളിയം കൂടും. ശരിക്കും അപ്പം നമ്മുടെ മനസ്സിൽ വെള്ളമാണ് ഓർമ്മ വരുന്നത്. പക്ഷെ വെള്ളം അതൊരു എക്സെപ്ഷണൽ പ്രോപ്പർട്ടിയാണ്. അപ്പം ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും വോളിയം ഇവിടെ ഓർഡിനറി സബ്സ്റ്റൻസിൽ വോളിയം കൂടും, ഡെൻസിറ്റി കുറയും. ബട്ട് ഫോർ വാട്ടർ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും വോളിയം ഡിക്രീസ് ചെയ്യും, അങ്ങനെ ഡെൻസിറ്റി കൂടും. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ദ വാട്ടർ ഹാസ് മാക്സിമം ഡെൻസിറ്റിയും മിനിമം വോളിയം കാണിക്കുന്നതാണ് 4 ഡിഗ്രി സെൽഷ്യസ്. Then the importance of anomalous expansion of water. Colder countries like water in the lakes freezes at the top ഏറ്റവും മുകളിൽ ഫ്രീസ് ചെയ്യും because of the anomalous expansion of water. There is water at 4 degrees Celsius at the bottom of the lake. The water provides protection to animal life and vegetation in the lake. Ice below the surface. അപ്പോൾ അകത്തോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യില്ല. ഐസ് എന്ന് പറയുന്ന ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റാണ്. ഇനി എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ്. എ ഗ്യാസ് ഹാസ് 2 എക്സ്പാൻസിവിറ്റീസ് വെൻ എ ഗ്യാസ് ഈസ് ഹീറ്റഡ്. ഞാൻ എപ്പോഴാണ് ഗ്യാസിനെ ഹീറ്റ് ചെയ്യുന്നത്? വോളിയവും പ്രഷറും ചേഞ്ച് ചെയ്യും. കൊള്ളാമല്ലോ. ടു നോ ദ എഫക്റ്റ് ഓഫ് ദ ഹീറ്റ്, എനിക്ക് ചൂടിൻ്റെ എഫക്റ്റ് അറിയണമെങ്കിൽ വോളിയം ഹാസ് ടു ബി കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. ഞാൻ വീനെ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കും. To know the effect of heat on volume, pressure has to be kept constant. ഏതെങ്കിലും ഒന്നിൻ്റെ മാറ്റം അറിയണമെങ്കിൽ മറ്റൊന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കണം. A gas has 2 expansivity. First one, pressure expansivity. ഇതെന്ന് പറയുന്നത് it is a ratio of increase in pressure to the original pressure for 1 Kelvin rise in temperature when volume is kept constant. That is delta P divided by P into delta T. And volume expansion delta V divided by V into delta P. P അല്ലേ? T ആണ്. For 1 Kelvin rise in temperature അല്ലേ? So that the relationship between gamma P and gamma V, that is gamma P is equal to gamma V is equal to 1 by T. Okay, ഞാൻ പറയാം. For gases, volume expansivity
ആൻഡ് പ്രഷർ എക്സ്പാൻസിവിറ്റി കുറയും ടെമ്പറേച്ചർ കൂടുമ്പം. ഞാൻ ഒരു പാത്രത്തിലോട്ട് കൂടുതൽ ചൂട് കൊടുത്താൽ അതിൻ്റെ വോളിയം കുറയും, വോളിയം കൊണ്ട് എക്സ്പാൻസിവിറ്റി കുറയും, പ്രഷർ കൊണ്ടുണ്ടാകുന്ന എക്സ്പാൻസിവിറ്റിയും കുറയും. അടുത്തത് വേരിയേഷൻ ഓഫ് ഡെൻസിറ്റി വിത്ത് ടെമ്പറേച്ചർ. D is equal to D0 into 1 minus gamma delta T. D is equal to. Okay, അടുത്ത question. Which liquid will increase their volume on heating or cooling at 4 degrees Celsius? ഏത് ലിക്വിഡാണ്? ഇറ്റ്സ് വാട്ടർ. ഇനി ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. ദ സീജിയസ് യൂണിറ്റ് ഇസ് കലോറി. കലോറി എന്ന് പറയുന്നത് ഹീറ്റിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ്. Required to raise the temperature 1 gram of water from 14.5 to 15.5 degrees Celsius. Kilocalorie is the quantity of heat required to raise the temperature of 1 kilogram of water through 1 degree Celsius, that is 14.5 degrees Celsius to 15.5 degrees Celsius. But the quantity of heat required to raise the temperature of 1 kilogram of water from 14.5 to 15.5 degree Celsius. The SI unit of heat energy is joule. 1 calorie is equal to 4.2 joule. Heat capacity of the body is the quantity of heat required to raise the temperature of the body through 1 Kelvin. പക്ഷേ ഇവിടെ വെയിറ്റ് നോട്ട് മെൻഷൻഡ്. ഓക്കെ, വെയിറ്റ് മെൻഷൻഡ് ആണെങ്കിൽ കലോറി അല്ലെങ്കിൽ കിലോ കലോറി. ഇവിടെ ദ വെയിറ്റ് ഇസ് നോട്ട് മെഷേർഡ്. ഹീറ്റ് കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് required to raise the temperature of 1 kilogram of substance through 1 Kelvin. Specific capacity C is equal to delta Q by M into delta T. Unit of specific capacity joule by kilogram per Kelvin. Calorie is the quantity of heat required to raise the temperature of 1 gram of water from 14.5 degrees Celsius to 15.5 degrees Celsius. Kilocalorie is the quantity of heat required to raise the temperature of 1 kilogram of water from 14.5 degrees Celsius to 15.5 degrees Celsius. So C is equal to delta Q divided by M into delta T. C is equal to delta Q divided by M into delta T. The relationship between specific capacity and heat capacity. Specific capacity is heat capacity divided by mass. The equation for quantity of heat for a given raise in temperature. The quantity of heat എന്ന് പറയുന്നത് delta Q is equal to mc into delta T. M എന്ന് പറയുന്നത് മാസ്, C എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഡെൽറ്റ ടി എന്ന് പറയുന്ന റൈസ് ഇൻ ടെമ്പറേച്ചർ. ഇനി ഇത് വേരിയേഷൻ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വിത്ത് ടെമ്പറേച്ചർ. ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് increases with increase in temperature and attain a constant value beyond a certain temperature. അപ്പം ഒരു ലിമിറ്റ് എത്തുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് കോൺസ്റ്റൻ്റ് ആവും. എക്സെപ്ഷൻ ഉണ്ട്. വെള്ളത്തിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഫസ്റ്റ് ഡിക്രീസസ് ബിക്കോസ് ഈക്വൽ ടു 1 at
15 degrees Celsius and continue to decrease till the temperature reaches 40 degrees Celsius and therefore increases. Then specific heat capacity at 100 degrees Celsius. In a molar specific heat capacity, it is a quantity of heat required to raise the temperature of 1 mole of substance through 1 Kelvin. ആ ഒരു ചാപ്റ്റർ തൽക്കാലം അത്ര പഠിക്കാനുള്ളൂ. വിൽ വൈൻഡ് അപ്പ് ഹിയർ. താങ്ക് യു. പിന്നൊരു കാര്യം, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ടെക്സ്റ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കാണാതിരുത്താൻ വേണ്ടി നോക്കുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായതെന്ന്. ഇത് ഞാൻ കംപ്ലീറ്റ്ലി ജസ്റ്റ് വായിച്ച് വെറുതെ പോയതെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. താങ്ക് യു.